ഈ 2026 നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം തരാൻ പോകുന്ന ദിക്ക് ഏതാണെന്ന് അറിയാവോ? ഏതൊരു വീടിന്റെയും സൗത്ത് ഈസ്റ്റ് ആണ്. എന്തുകൊണ്ട് സൗത്ത് ഈസ്റ്റ് ഇത്തരത്തിലുള്ളൊരു സൗഭാഗ്യത്തിലേക്ക് ഈ വർഷം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷു പ്രകാരം എല്ലാ വർഷവും ഓരോ നമ്പറുകൾ ഓരോ ദിക്കുകളിലും മാറി മാറി വരുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സെൻട്രലിൽ ഈ വർഷം 2026 സെൻട്രലിൽ വന്നിരിക്കുന്ന സ്റ്റാർ 1 ആണ്. അത് നോർത്ത് വെസ്റ്റിൽ വന്നിരിക്കുന്നത് 2 ആണ്. സൗത്ത് ഈസ്റ്റിൽ വന്നിരിക്കുന്നത് 9 ആണ്. ഈ ഒരു രീതിയിലാണ് സ്റ്റാർ ഉള്ളത്. അങ്ങനെ 8 ദിക്കിലും ബ്രഹ്മസ്ഥാനത്ത് നക്ഷത്രങ്ങളുണ്ട്. ഞാനിപ്പോൾ ഒരു 3 ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ സ്വഭാവങ്ങളാണ്. 1ന്റെ സ്വഭാവം എന്ന് പറയുന്നത് തൊഴിൽപരമായിട്ട് നല്ല നക്ഷത്രമാണ്. അപ്പോൾ 1 വീടിന്റെ മധ്യത്ത് വന്നിട്ടുണ്ട്. അപ്പം കുടുംബാംഗങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു ഏരിയ ആണ് മിക്ക വീടിന്റെയും സെൻട്രൽ ഭാഗം. അപ്പോൾ അവിടെ 1 വന്നിരിക്കുന്നത് തൊഴിൽപരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ ഈ വർഷം അവർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഒരു വിൻചെയിം കൂടെ ഇട്ടോളൂ, അത് ഒന്നും കൂടെ ഒന്ന് പവർഫുൾ ആവട്ടെ. ഒരു വിൻചെയിം അവിടെ ഇട്ടോളൂ. അടുത്തത് നോർത്ത് വെസ്റ്റ് കോർണർ. നോർത്ത് വെസ്റ്റ് കോർണറിൽ ഇത്തിരി പ്രശ്നമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വന്നിരിക്കുന്ന സ്റ്റാർ 2 ആണ്. അത് ആരോഗ്യ പ്രശ്നം ഉണ്ടാകും. അവിടെയും നമുക്ക് പരിഹാരമുണ്ട്. ഒരു 6 റോഡ് വിൻചെയിം അവിടെ ഉപയോഗിക്കാം. അതുപോലെ ഒരു 6 മെറ്റൽ കോയിൻസും ഉപയോഗിക്കാം. 6 റോഡ് വിൻചെയിം അവിടെ ഉപയോഗിക്കാം, വീടിന്റെ ഔട്ട് സൈഡിൽ ഉപയോഗിക്കാം. 6 മെറ്റൽ കോയിൻസ് വീടിന്റെ ഇൻസൈഡിൽ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കാം. ഇപ്പൊ വീടിന്റെ സെന്ററിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഒരു 6 റോഡ് വിൻചെയിംസ് ഇടാം. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ സ്റ്റാർ സൂപ്പർ സ്റ്റാർ ആരാണ്? 9 ആണ്. 9 ആണ് സമ്പത്തിന്റെ സ്റ്റാർ. അത് വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റിലാണ്. ഇപ്പൊ ഇതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് മെച്ചപ്പെടുത്താം? ഇപ്പൊ എല്ലാവരുടെയും വീടിന്റെ സൗത്ത് ഈസ്റ്റ് ലിവിംഗ് റൂം ആയിരിക്കണമെന്നില്ല. അപ്പൊ അവിടെ നമുക്ക് ലിവിംഗ് റൂം വന്നവർക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ്. ലിവിംഗ് റൂം വന്നവർക്ക് ഇതിന്റെ സൗത്ത് ഈസ്റ്റിൽ നമുക്ക് ലക്കി ബാമ്പു വെക്കാം. ഇവിടെ വെൽത്ത് ഷിപ്പ് വെക്കാം. ഡ്രാഗൺ ബോട്ട് വെക്കാം. അതുപോലെ തന്നെ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? അമത്തിസ്റ്റിന്റെ ജിയോഡ് വെക്കാം. അപ്പം പിന്നെ വെൽത്ത് ബൗള് വെക്കാം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇവിടെ വെക്കാം. ഇനി ഇത് ബെഡ്റൂം ആണെങ്കിൽ ഇതിൽ നമ്മൾ ലക്കി ബാമ്പു ഒഴിവാക്കാം. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാക്കാം. ഇനി ടൂളുകളും കൂടെ കാണിച്ചു തരാം. ഇത് ഒരു ഡ്രാഗൺ ബോട്ടാണ്. ഈ ഡ്രാഗൺ ബോട്ട് സൗത്ത് ഈസ്റ്റിൽ വെക്കുന്നത് സാമ്പത്തികമായിട്ട് നമുക്ക് നേട്ടം ഉണ്ടാവും. അമത്തിസ്റ്റിന്റെ ജിയോഡാണ്. ഇത് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് സൗത്ത് ഈസ്റ്റിൽ വെക്കാം. അടുത്ത നമുക്ക് അവിടെ ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഒരു ഡബിൾ 8 സിമ്പിൾസ് ആണ്. ഇതും സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നമുക്ക് അവിടെ വെക്കാവുന്നതാണ്. അപ്പം പിന്നെ അവിടെ വെക്കാവുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് 3 ലെഗ്ഡ് ഫ്രോഗും അതിന്റെ ചുണ്ടിലൊരു ചൈനീസ് കോയിനും കൂടിയാണ്. അതും നമുക്ക് അവിടെ വെക്കുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവും.